ആനന്ദാരവത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ, ആഹ്ലാദത്തോടെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. തപ്പുകൊട്ടിയും കിന്നരമീട്ടിയും ദൈവത്തെ സ്തുതിച്ചു പാടുന്ന ഹോളി ബീറ്റ്സിന്റെ ഈ സംഗീതവേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈശോയുടെ തിരുനാമ കീർത്തനങ്ങൾ നമ്മുടെ ജീവിത വഴിയിൽ പ്രതീക്ഷയും ആശ്വാസവും എല്ലാമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഹായ് ചേച്ചി. ഹായ്. എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഡയന ചേച്ചിനെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ചേച്ചീനെ സുപരിചിതമാണ്. ഒരുപാട് തവണ ഈ വേദിയിൽ വന്ന് പാടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ചേച്ചി ഇന്ന് ഏത് പാട്ടായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? ഞാൻ ആത്മാവിൽ നിറയുന്നവർ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞൊരു സോങ് ആയിട്ടാണ് വരുന്നത്. ചേച്ചി ഈ പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേകം കാരണമുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ പാട്ടൊരു മൂവിയിലെ സോങ് ആണ്. അപ്പോൾ ആ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പാട്ട് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പോൾ ഇത് പാടാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ചേച്ചി നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റായിട്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡയന ചേച്ചിയുടെ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. സ്തുതിയോടെ പാടും
ഹായ് ഡാന ചേച്ചി, ഹായ് സ്റ്റെഫിൻ. ഹായ്. എന്തുണ്ട് വിശേഷം? സുഖം. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് ഏത് പാട്ടായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? ഞങ്ങൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു തമിഴ് സോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി. എപ്പോഴും നമ്മുടെ മലയാളം പാട്ടുകൾ തന്നെയാണല്ലോ ഈ ഫ്ലോറിൽ കൂടുതൽ പാടിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് വെറൈറ്റി പിടിച്ചിരിക്കുകയാണ്. അതെ. ഓക്കെ, അപ്പൊ സ്റ്റെഫിൻ ഏത് പാട്ടാണ് നിങ്ങൾ പാടുന്നത്? ഞങ്ങളിന്ന് പാടുന്നത് കാണിക്കേ തന്തോം കർത്താവേ എന്ന് പറയുന്ന പാട്ടാണ്. ഒരു കാഴ്ചവെപ്പിന്റെ പാട്ടാണെന്ന് തോന്നുന്നല്ലേ? അപ്പൊ ഈ തമിഴ് ആയതുകൊണ്ട് തന്നെ ലിറിക്സ് ഒക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? സെറ്റാണ് പാട്ട് പാടാനായിട്ട്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സർവ്വതും ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. தந்தோம் கர்த்தாவே, ஏற்றுக்கொள்ளும்மை இப்போது. கண் கொண்டு பாரும் கடவுளின் மகனே, காணிக்கையார் தந்தார் நீதானே. காணிக்கை தந்தோம் கர்த்தாவே, ஏற்றுக்கொள் இம்மை இப்போது. ஆலயத்தின் வாசல் வந்தால் அழுகை வெறுத்தது. ஆன மட்டும் அழுது விட்டால் அமைதி பெருகுது. கண்ணீரை போலே காணிக்கில்லை, கண்ணீரை போலே காணிக்கில்லை. கண் கொண்டு பாரும் கடவுளின் மகனே, கண்ணீரின் அர்த்தங்கள் நீதானே. காணிக்கை தந்தோ கர்த்தாவே, ஏற்றுக்கொள் இம்மை இப்போது. தேவன் தந்த ஜீவனெல்லாம் புனிதமடையிட்டும். தாபங்கள் தீரும்,
എന്നെ വാറും താപങ്ങൾ തീരും ഏനെன்று കേളും ഇറവനിൻ മകനേ ഇമ്മയെ കാണിക്കை തந்தோமே காணிக்கை தந்தோ கர்த்தாவே ஏற்றுக்கொள் இம்மையை இப்போதே கண் கொண்டு பாரும் கடவுளின் மகனே காணிக்கையா தந்தார் நீதானே. ഹായ് ചേച്ചി. ഹായ്. സാനിയ ചേച്ചി ഒരുപാട് തവണ ഈ വേദിയിൽ വന്നിട്ടുണ്ടല്ലേ? അതെ. അപ്പൊ വീണ്ടും വന്നതിൽ ഒരുപാട് സന്തോഷം. ചേച്ചി ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? സ്നേഹസ്വരൂപനാം നാഥ. ഒരു പഴയ പാട്ടാണല്ലേ, നമ്മൾ ആരാധനയ്ക്കൊക്കെ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്. ദൈവത്തെ ഇങ്ങനെ കൂടുതൽ അനുഭവിച്ചറിയാനും ആ ഒരു നല്ലൊരു ഫീലായിരിക്കാനും പറ്റുന്നൊരു തരത്തിലൊരു പാട്ടാണല്ലേ? അതെ. ഓക്കെ, ചേച്ചിക്കും അങ്ങനെ തന്നെയാണോ? ചേച്ചി എന്തുകൊണ്ട് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തത്? ഇതിൽ ലിറിക്സ് എല്ലാം ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചി പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? അതെ. ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല. കൂളല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്നേഹസ്വരൂപനാം നാഥ നീ അല്ലാതെ ആരാണ് എനിക്ക് ആശ്രയം എന്ന് തുടങ്ങുന്ന ഈ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം. സ്നേഹസ്വരൂപനാം നാഥ നീ അല്ലാതാരാ
ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാന ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈശോയോടുള്ള പ്രണയം ഒരു പാട്ടിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കാനായി കാൻഡിൽസ് ബാൻഡിലെ സിംഗേഴ്സ് എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവരോടൊപ്പം ചേർന്ന് ഈശോയെ കൂടുതൽ സ്നേഹിച്ച് ഈശോയെ ആഴത്തിൽ മനസ്സിലാക്കി ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
എന്നത്തേതും പോലെ തന്നെ നമ്മുടെ പാട്ടുകളെല്ലാം നിങ്ങൾ ഏറെ ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. കുറച്ചും കൂടി റിലാക്സ് ചെയ്തിരുന്ന് നിങ്ങൾക്ക് ഈ പാട്ടുകളെല്ലാം ആസ്വദിക്കാം. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ കൂടുതൽ മനോഹരമായ പാട്ടുകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. Till then, thank you so much for watching. See you all in the next episode.